എല്ലാവർക്കും വീണ്ടും വന്ദനം അറിയിക്കുന്നു. ഒരു സ്പെഷ്യൽ സബ്ജക്റ്റുമായിട്ട് ഇന്ന് കടന്നു വരികയാണ്. പല ദൈവമക്കൾക്കും ഒരുപക്ഷേ അറിയാൻ വയ്യാത്ത, മനസ്സിലാകാത്ത ഒരു സബ്ജക്റ്റ് ആയിരിക്കും ഇത്. ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 48-ാമത്തെ വാക്യത്തിലേക്കാണ് ഞാൻ വരുന്നത്. അതിൻ്റെ 43 മുതൽ വായിക്കുമ്പോൾ 12 സംവത്സരമായി രക്തസ്രാവമുള്ളവളും മുതലെല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും ആരാലും സൗഖ്യം വരുത്തുവാൻ കഴിയാത്തവളുമായ ഒരു സ്ത്രീ യേശു വരുന്നു എന്നറിഞ്ഞിട്ട് അവൾ യേശുവിൻ്റെ അരികിലേക്ക് പോവുകയാണ്. ആ കാലഘട്ടമെന്ന് പറയുന്നത് സ്ത്രീകൾക്കങ്ങനെ പുരുഷ സദസ്സുകളിൽ അധികം പ്രത്യക്ഷപ്പെടാനോ അധികം ചെന്ന് ഇടപെടുവാനോ കഴിയാത്തൊരു കാലമാണ്. കഴിയുന്നത് മൂടുപടമിട്ട് വേണം സ്ത്രീകളെ അന്യപുരുഷന്മാരുടെ മുൻപിലേക്ക് പോകുവാൻ. അതുമാത്രമല്ല, ആ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് കാലം ഇങ്ങോട്ട് വന്നപ്പോൾ സമാഗമന കൂടാരം കഴിഞ്ഞ് ശലോമോൻ്റെ ദേവാലയം, സെരുബാബേലിൻ്റെ ദേവാലയം ഒക്കെ വരുമ്പോൾ അവിടെ സ്ത്രീകൾക്ക് പ്രത്യേക പ്രാകാരങ്ങളുണ്ടായിരുന്നു. പുരുഷന്മാരുടെ പ്രാകാരത്തിൽ അവർക്ക് പോകുവാൻ കഴിയുമായിരുന്നില്ല. അങ്ങനെ സമൂഹത്തിൽ പ്രത്യേക ചില വിലക്കുകൾ ഉണ്ടായിരുന്ന സാഹചര്യത്തിലാണ് ഈ സ്ത്രീ യേശുവിൻ്റെ വാർത്ത അറിയുന്നത്, യേശു എൻ്റെ ഗ്രാമത്തിൽ വരുന്നുണ്ട് എന്നറിയുന്നത്. അങ്ങനെ ഈ സ്ത്രീ യേശുവിൻ്റെ അരികിലേക്ക് ചെല്ലുന്നു. അവൾ അവിടെ ചെന്നിട്ട് വളരെ തിക്കിത്തിരക്കി ജനം കൂടി നിൽക്കുകയാണ്. അതിനിടയിൽ കൂടെ കയറി, ആക്ച്വലി അത് അനുവദീയമല്ല, മറ്റു പുരുഷന്മാരെ ഒരു സ്ത്രീക്ക് തൊടാനൊന്നും അവകാശമില്ല. പക്ഷേ അവൾ വിഷമിച്ചിട്ട് തിക്കിത്തിരക്കി. കാരണം അവൾ നീഡിയായിരുന്നു, വളരെ ആവശ്യക്കാരിയായിരുന്നു. വളരെ ഭാരപ്പെടുകയാണ്. 12 വർഷമായി രോഗമായിട്ട് ഉള്ള മുതലെല്ലാം മൊത്തം വിറ്റ് ഡോക്ടർമാരും ആശുപത്രിക്കാരും കൊണ്ടുപോയി. വേറെ ഒരു മാർഗവും അവിടെ മുൻപിലില്ല. അങ്ങനെ അവൾ യേശുവിൻ്റെ വാർത്ത അറിഞ്ഞിട്ട് യേശുവിൻ്റെ അരികിലേക്ക് ചെല്ലുകയാണ്. തിക്കിത്തിരക്കി പുറകിൽ കൂടി ചെന്നിട്ട് അവൾ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ ചെന്ന് തൊട്ട് പിടിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും മറ്റ് സുവിശേഷങ്ങളിലും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ തൊങ്ങലിൽ പിടിച്ചു എന്നൊരു വചനം ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്? തൊങ്ങലിൽ പിടിച്ചു എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ അത് വായിച്ചു വിടും. ഇവിടെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ, പാറയെ അടിക്കാൻ മോശയെ വിളിക്കുമ്പോൾ, മോശയോട് പറയുമ്പോൾ അവിടെ ഒരു പദമുണ്ട്, നീ ഇസ്രായേൽ മൂപ്പന്മാരിൽ ചിലരെ വിളിച്ചു കൊണ്ടുപോകണം. അതേ സമയം രണ്ടാമത് പാറയോട് കൽപ്പിക്കാൻ പറയുമ്പോൾ അവിടെ പറയുന്നത് നീ സഭയെ വിളിച്ചു കൊണ്ടുപോകണം. പക്ഷെ അവിടെ മോശയ്ക്ക് ഒരല്പ തെറ്റ് പറ്റി. ആ തെറ്റ് എന്തിനാണ് ബൈബിളിൽ എഴുതിയേക്കെന്ന് ചോദിച്ചാൽ, നമ്മളും പുതിയ നിയമ വിശ്വാസികളും ഇതൊക്കെ കണ്ടും കേട്ടും ഗ്രഹിക്കണം. പാറയെ അടിക്കാൻ പറയുന്നിടത്ത് ഇസ്രായേൽ മൂപ്പന്മാരിൽ ചിലരെ കൊണ്ടുപോകേണ്ടത് എന്തിന്? കാരണം യേശുവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ നിഴലായിരുന്നത്. കാരണം ഇസ്രായേൽ മുഴുവൻ യേശുവിനെ ക്രൂശിക്കാൻ കൂടിയില്ല. ചില പരീശന്മാരും ശാസ്ത്രിമാരും പ്രമാണിമാരുമാണ് യേശുവിനെ ക്രൂശിക്കാൻ റോമൻസിനോടുകൂടെ കൂടിയത്. അതിൻ്റെ നിഴലായിരുന്നു ഇസ്രായേൽ മൂപ്പന്മാരിൽ ചിലരെ വിളിച്ചു കൊണ്ടുപോകണം. എന്നാൽ പാറയോട് വെള്ളത്തിനു വേണ്ടി കൽപ്പിക്കാൻ പറയുമ്പോൾ സഭയെ വിളിച്ചു കൊണ്ടുപോകണം. അതെന്തിൻ്റെ പൊരുളായിരുന്നു? പെന്തക്കോസ്ത് നാളിൽ പിതാവിൻ്റെ സന്നിധിയിൽ നിന്നും തൻ്റെ സഭയാകുന്ന വിശ്വാസികൾക്ക് വേണ്ടി കൂടെയിരുന്ന് നീതിപാതകളിൽ നടത്താൻ യേശുക്രിസ്തു പിതാവിനോട് ചോദിച്ച് വാങ്ങിച്ചു വന്ന പരിശുദ്ധാത്മാവാണത്. സഭയുടെ മധ്യത്തിലാണ് വന്നത്. അപ്പോൾ ഒരിടത്ത് മൂപ്പന്മാരെ വിളിച്ചുകൊണ്ട് പോകണം, ഒരിടത്ത് സഭയെ വിളിച്ചുകൊണ്ട് പോകണം. ഈ 2 പദങ്ങളിൽ നിന്നാണ് അതിൻ്റെ നിഴലും പൊരുളും തിരിയുന്നത്, അർത്ഥം ഗ്രഹിക്കാൻ പറ്റുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ ഈ രോഗിണിയായ സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊടുകയാണ്. ഇനി ഈ തൊങ്ങലിനെ കുറിച്ച് മറ്റ് ചില ഭാഗങ്ങളുണ്ടെങ്കിലും പുതിയ നിയമത്തിലെ മറ്റൊരു ഭാഗം കൂടി ഞാൻ എടുത്തു കാണിക്കാം. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിൽ അവിടെ ന്യായശാസ്ത്രിമാരെക്കുറിച്ചും പരീശന്മാരെക്കുറിച്ചൊക്കെ പറയുന്നു. അത് ആക്ച്വലി നമ്മൾ പുതിയ നിയമസഭ വരുമ്പോൾ ഇന്നത്തെ പാസ്റ്റർമാരും ദൈവമക്കളും അല്ലെങ്കിൽ ഇവാഞ്ചലിസ്റ്റുകളുമായിട്ടുള്ളവരൊക്കെയാണ്. യേശു അവരോട് പറയുകയാണ്, ശാസ്ത്രിമാരും പരീശന്മാരും മോശയുടെ പീഠത്തിലിരിക്കുന്നു. എല്ലാവർക്കും വലിയ കസേര വേണം, വലിയ സ്ഥാനങ്ങൾ വേണം. ആകയാൽ അവർ നിങ്ങളോട് പറയുന്നതൊക്കെയും പ്രമാണിച്ച് ചെയ്യുകയും അവരുടെ പ്രവൃത്തികൾ പോലെ ചെയ്യരുത് താനും. അവർ പറയുന്നതല്ലാതെ മറ്റൊന്നും അവർ പ്രവർത്തിക്കുന്നില്ലല്ലോ. ഇന്നത്തെ ദൈവജനത്തിൻ്റെ ഇടയിലും വലിയൊരു പ്രശ്നമാണിത്.
സുവിശേഷകരെന്ന് പറയുന്നവരുടെ ജീവിതം കണ്ട് ഇന്ന് നല്ല ശതമാനം ചെറുപ്പക്കാരും പിന്തിരിയുകയാണ്. അവരെന്നോട് പലരും പറയാറുണ്ട്, ഇവർ പറയുന്നതല്ല പ്രവർത്തിക്കുന്നത്, അവരുടെ ജീവിതമേ വ്യത്യാസമാണ്. പക്ഷെ നിങ്ങൾ വിശ്വാസികളെന്ന് പറയുന്നവരെ പറഞ്ഞു പറ്റിക്കുകയാണ്. നിങ്ങൾക്ക് അവരുടെ ചാലുകൾ അല്ലെങ്കിൽ അവരുടെ രീതികളൊന്നും മനസ്സിലാകുന്നില്ല, അവർ ഭയങ്കര ബുദ്ധിമാന്മാരാണ് എന്നാണ് ഈ ചെറുപ്പക്കാർ പലരും ഇപ്പോൾ പറയാറുള്ളത്. ഇവിടെ കർത്താവ് അത് പറയുന്നുണ്ട്, അവർ ഘനമുള്ള ചുവടുകളെ കെട്ടി മനുഷ്യരുടെ തോളിൽ വയ്ക്കുന്നു, ഒരു വിരൽ കൊണ്ട് പോലും അവയെ തൊടുന്നില്ല. അപ്പോൾ അവിടെ കർത്താവായ യേശുക്രിസ്തു വ്യക്തമായിട്ടും പറയുകയാണ്, അവർ ഘനമുള്ള ചുവടുകളെ കെട്ടി മനുഷ്യരുടെ തോളിൽ വയ്ക്കുന്നു, അവർ ഒരു വിരൽ കൊണ്ട് പോലും അവയെ തൊടുവാൻ അവർക്ക് മനസ്സില്ല. അപ്പം ഇങ്ങനെയാണ് ശുശ്രൂഷാഗണം ഇന്നായിരിക്കുന്നത്. ഇവരെ ഉദ്ദേശിച്ചാണ് പുതിയ നിയമസഭയിൽ കൂടെ വരുന്നവർ ഇത് ഗ്രഹിക്കണം. അതിനുവേണ്ടിയാണ് കർത്താവ് ഈ ഭാഗം ഇവിടെ പറയുന്നത്. അതിൻ്റെ 5-ാം വാക്യത്തിൽ വരുമ്പോൾ, അവർ തങ്ങളുടെ പ്രവൃത്തികളെല്ലാം മനുഷ്യർ കാണേണ്ടതിനത്രേ ചെയ്യുന്നത്. ഇന്ന് പലർക്കും പേര് വേണം. ഞാൻ ഈ മെസ്സേജ് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഒരുപക്ഷെ ഞങ്ങളെപ്പോലെ മെസ്സേജ് പറയുന്നവരെയും ഞങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. ഡോക്ടറേറ്റ് എടുത്ത പാസ്റ്റർമാരുണ്ട്. തമിഴ്നാട്ടിലും തെലുങ്കാനയിലുമൊക്കെ അല്ലെങ്കിൽ ബാംഗ്ലൂരുമൊക്കെ 10,000 20,000 കൊടുത്താൽ കിട്ടുന്ന ഡോക്ടറേറ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നുള്ളത് നിങ്ങൾ പലർക്കും അറിയാമോ? അങ്ങനെ വാങ്ങിക്കുന്ന സർട്ടിഫിക്കറ്റ് കൊണ്ടും അല്ലെങ്കിൽ ഒരു 6 മാസത്തെ കറസ്പോണ്ടൻസ് കോഴ്സ് നടത്തിയിട്ട് അതിന് 15,000 20,000 30,000 ഫീസ് മേടിക്കും ഈ സംഘടനകൾ. എന്നിട്ട് അവർ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് വാങ്ങിയാണ് ഈ പാസ്റ്റർമാരിൽ ചിലരൊക്കെ ഡോക്ടർ എന്നെഴുതുന്നത്. അത് ഇങ്ങനെ സർട്ടിഫിക്കറ്റ് കിട്ടുമെന്നും വേണമെങ്കിൽ ജോർജ് വർഗീസാകുന്ന എനിക്ക് മേടിച്ചു തരാമെന്നും തമിഴ്നാട്ടിൽ കുമളിയിലുള്ള ഗുണശീലൻ പാസ്റ്റർ ഒരു കാലത്ത് എന്നോട് പറഞ്ഞതാണ്. അന്നിതൊക്കെ കേട്ട് ഞാൻ അതിശയിച്ച് ഇങ്ങനെ കണ്ണുമിഴിച്ചിരുന്നു പോയി. ഇതൊക്കെയാണല്ലോ ഇന്നിവിടെ നടക്കുന്നെന്നുള്ളത്. അപ്പോൾ ഇവിടെ 5-ാം വാക്യത്തിൽ പറയുന്നു, അവർ തങ്ങളുടെ പ്രവൃത്തികളെല്ലാം മനുഷ്യർ കാണേണ്ടതിനത്രേ ചെയ്യുന്നത്, തങ്ങളുടെ മന്ത്രപ്പെട്ട വീതിയാക്കി തൊങ്ങൽ വലുതാക്കുന്നു. ഇവിടെ 2 പദങ്ങൾ വന്നിട്ടുണ്ട്. മന്ത്രപ്പെട്ട വീതിയാക്കി തൊങ്ങൽ വലുതാക്കുന്നു. ന്യായശാസ്ത്രിമാർക്കും പരീശന്മാർക്കും പുറപ്പാട് പുസ്തകം 13-ന്റെ 9, 16 നമ്മൾ വായിക്കുമ്പോഴും ആവർത്തന പുസ്തകം 6-ന്റെ 8, 11-ന്റെ 18 വായിക്കുമ്പോൾ, ഞാൻ ഈ കൽപ്പിക്കുന്ന വചനം നിന്റെ കൈമേലും നിന്റെ കണ്ണുകൾക്കിടയിലും കെട്ടണമെന്നുള്ള ഒരു ഉപദേശമുണ്ട്. അതിന് ഈ പഴയ നിയമ ശാസ്ത്രിമാരും പരീശന്മാരും അവർ തുകൽ കൊണ്ടുള്ള ചെറിയ സഞ്ചി ഉണ്ടാക്കി അതിനകത്ത് ചില പീസുകൾ, 4 പീസെന്നാണ് ചരിത്രം പറയുന്നത്, ആ 4 പീസ് തുകലുകളിൽ ദൈവത്തിൻ്റെ ചില ഉപദേശങ്ങളും കൽപ്പനകളും എഴുതി അവരിത് തോളിലും നെറ്റിയിലും കെട്ടുന്ന ഒരു പതിവുണ്ടായിരുന്നു. അതിൻ്റെ പിക്ചറുകളൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. ഇതിന് മന്ത്രപ്പെട്ടെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് കാലക്രമേണ അത് മന്ത്രപ്പെട്ട തന്നെയായി. കാരണം ഇങ്ങനെ കെട്ടുന്നവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ സൗഖ്യം കിട്ടുമെന്നും ഇങ്ങനെ കെട്ടുന്നവരെ വിളിച്ചാൽ രോഗികളും ഭൂതങ്ങളും വിട്ടുപോകുമെന്നൊക്കെയുള്ളൊരു ധ്വനി ഈ ജനത്തിനിടയിൽ പരക്കുവാനിടയായി. അതുമാത്രമല്ല, ഇവരുടെ തൊങ്ങൽ ഇവർ വലുതാക്കിക്കൊണ്ടിരുന്നു. എന്താ ഇതിൻ്റെ അർത്ഥം? എന്നിട്ട് യേശു കർത്താവ് പറയുകയാണ്, ഒരു കാരണവശാലും നിങ്ങൾ അവരെ അനുകരിക്കരുത്. കാരണം ഈ തൊങ്ങൽ വലുതാക്കുന്നത് ഞാനെന്ന ഭാവവും വലിയ പാസ്റ്റർ, റവറൻറ്റ് പാസ്റ്റർ, ഡോക്ടർ പാസ്റ്റർ എന്നൊക്കെ അവരൊരു തന്നെ പേര് വെച്ച് ലെറ്റർ പാഡിലും എല്ലാം അവർ പേര് വെക്കുന്നതാണ്. റവറൻറ്റ് ഡോക്ടർ ജോർജ് വർഗീസ്, ഞാൻ എൻ്റെ പേരങ്ങ് പറയുക. ഇങ്ങനെ ഇവർ തങ്ങളെ തന്നെ വലുതാക്കുന്ന ഒരു പൈശാചിക ബന്ധനത്തിലാകുമെന്നും വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ എഫെസോസ് സഭയോട് പറയുന്നത് പോലെ അപ്പോസ്തലന്മാരല്ലാതിരിക്കെ അപ്പോസ്തലന്മാരെന്ന് അഭിനയിച്ചു വരുന്നവരെ നിങ്ങൾ കള്ളന്മാർ എന്ന് കണ്ട ഒരു ഗുണം നിങ്ങൾക്കുണ്ട്. പക്ഷേ ഇതൊന്നും ഇന്നത്തെ ജനം ഗ്രഹിക്കുന്നുമില്ല, തിരിച്ചറിയുന്നുമില്ല. ഇന്നത്തെ ജനത്തിന് വലുത് ഡോക്ടറേറ്റുള്ള ഡോക്ടർ പാസ്റ്റർമാരും റവറൻറ്റ് പാസ്റ്റർമാരും ഒക്കെ അവർക്ക് ഇഷ്ടം. സാധാരണ ഒരു ചെറിയ കഷ്ടപ്പെട്ട് കർത്താവിൻ്റെ വേല ചെയ്യുന്ന ആദിവാസി മേഖലയിലോ വടക്കേ ഇന്ത്യയിലോ വേല ചെയ്യുന്നവരെ ഒന്നും ഇന്നത്തെ പ്രത്യേകിച്ച് കേരളത്തിലുമൊക്കെയുള്ള വിശ്വാസികൾക്ക് താല്പര്യമില്ല. അവർ വന്നാൽ 500 രൂപ കൊടുക്കും. അതേസമയം ഒരു വലിയ പാസ്റ്റർ വലിയൊരു കാറിലൊക്കെ വന്നാൽ 4,000 5,000 2,000 1000 ഒക്കെ കൊടുക്കും.
എന്നാൽ ഈ കഷ്ടപ്പെടുന്ന ഭാഷ വന്നാൽ നമ്മൾ 500 പോലും കൊടുക്കാൻ തുനിയത്തില്ല. അപ്പോൾ ഇവിടെയാണ് പറയുന്നത്, അവർ തങ്ങളുടെ പ്രവൃത്തികളെല്ലാം മനുഷ്യർ കാണേണ്ടുന്നത്രേ ചെയ്യുന്നത്. പലരും ഇന്ന് അവർ ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ് കൂടുതലും വിളിച്ചു പറയുന്നത്. ഞാൻ അവിടെ പോയി രോഗിയുടെ മേൽ കൈവച്ചു, ക്യാൻസർ രോഗി സൗഖ്യമായി, ഭൂതങ്ങൾ വിട്ടുപോയി, അവിടെ ഇതുണ്ടായി, അതുണ്ടായി, ഇങ്ങനെ അത്ഭുതങ്ങൾ വർണ്ണിച്ച് സമയം കളയുക. ദൈവവചനത്തിൻ്റെ ആഴങ്ങളുള്ള മർമ്മങ്ങളെ പഠിപ്പിക്കാൻ സമയമില്ലാതിരിക്കുമ്പോൾ ഇവരെ പ്രൊജക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അവരുടെ പേരുകളും അവരുടെ റെവറൻറ്റും അവരുടെ ഡോക്ടറേറ്റും എന്നൊക്കെ പറഞ്ഞ് അവർ ജനത്തെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വിഷയം ഇതാണല്ലോ, തങ്ങളുടെ മന്ത്രപ്പെട്ട് വലുതാക്കി വീതിയാക്കി തൊങ്ങൽ വലുതാക്കുന്നു. ഇവിടെ മന്ത്രപ്പെട്ടയും തൊങ്ങലും ഈ രണ്ട് വിഷയവും ഇപ്പോഴും നമ്മളിലും നമ്മുടെ ദൈവദാസന്മാരിലും പലരിലുമുണ്ട്. കാരണം അവർ മന്ത്രപ്പെട്ട വലുതാക്കുക, അവരിലേക്ക് ചെന്നാൽ പ്രാർത്ഥിച്ചാൽ സൗഖ്യം കിട്ടും. ഒരു പരസ്യം പോലെ, അഡ്വർടൈസ്മെൻ്റ് പോലെ കൊടുത്തുകൊണ്ടിരിക്കുക, അവരുടെ മെസ്സേജുകളിലും അല്ലാതെയുമെല്ലാം. പല കൺവെൻഷൻ പ്രാസംഗികരും അവരുടെ ഫ്ലെക്സ് വെക്കാൻ അവർ തന്നെ പൈസ കൊടുക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു കൺവെൻഷനെ നോട്ടീസ് അടിക്കുമ്പോൾ ഇവർ തന്നെ അവർക്ക് പൈസ കൊടുത്തിട്ട് പറയും, 4 ഇടത്ത് അല്ലെങ്കിൽ 10 ഇടത്ത് അല്ലെങ്കിൽ 20 ഇടത്ത് നിങ്ങൾ വലിയ ഫ്ലെക്സ് വെക്കണം, ഞാൻ വചനവുമായിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഞാനിങ്ങനെ പോലെ കാണിക്കുന്നത്, ഇതൊക്കെ കാണിച്ച് നിങ്ങൾ ഫ്ലെക്സ് വെക്കണം എന്ന് പറഞ്ഞാൽ അവർ ഈ മന്ത്രപ്പെട്ട വീതിയാക്കുന്നു, തൊങ്ങൽ വലുതാക്കുന്നു. എന്താണ് ആക്ച്വലി തൊങ്ങലിൻ്റെ അർത്ഥം? ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് അവൾ ആ തൊങ്ങലിൽ പിടിച്ചു എന്ന് എഴുതിയിരിക്കുന്നത്? ഇന്ന് പലരും ചിന്തിച്ചിരിക്കുന്നത്, യേശുക്രിസ്തു അവളോട് പറയുന്നുണ്ട്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കുന്നു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. യേശുവിൽ നിന്ന് ശക്തി പോയെന്ന് യേശു പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കും. അപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് യേശുവിൻ്റെ അരിക്കൽ വന്ന് അവൾക്ക് വിശ്വാസമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അവൾക്ക് സൗഖ്യം കിട്ടിയെന്ന്. പല സമുദായ സഭകളും ഈ വാക്യം പറഞ്ഞിട്ട് പറയും, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കും എന്ന് പറഞ്ഞാൽ പുണ്യവാന്മാരിലോ അല്ലെങ്കിൽ അവരുടെ കർമാചാരങ്ങളിലോ ഒക്കെ ചെയ്തിട്ട് അതിൽ കൂടി ഫോളോ ചെയ്ത് പോകുന്നവരെ അവരുടെ വിശ്വാസം രക്ഷിച്ചോളും. അപ്പോൾ അതും തെറ്റല്ല ഈ വാക്യം കൊണ്ട് അവർ വ്യാഖ്യാനിക്കുന്ന. എന്നാൽ എന്താണ് ഈ തൊങ്ങലിൻ്റെ അർത്ഥം? ഞാൻ അതിലേക്ക് നിങ്ങളെ ഒന്ന് കൊണ്ടുപോവുകയാണ്. അതിനായിട്ട് സംഖ്യാപുസ്തകം 15-ാം അധ്യായത്തിലേക്ക് വരുന്നു. സംഖ്യാപുസ്തകം 15-ാം അധ്യായം 38-ാം വാക്യത്തിലേക്ക് ഞാൻ വരികയാണ്. നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്നാൽ അവർ തലമുറയായി വസ്ത്രത്തിൻ്റെ കോൺതലയ്ക്കൽ പൊടിപ്പുണ്ടാക്കുകയും കോൺതലയ്ക്കലെ പൊടിപ്പിൽ നീലച്ചരട് കിട്ടുകയും വേണം. ഞാൻ സമാഗമന കൂടാരത്തിൻ്റെ ക്ലാസ് എടുക്കുമ്പോൾ അവിടെ പഠിപ്പിക്കാറുണ്ട്, ഈ സമാഗമന കൂടാരത്തിൻ്റെ പർദ്ദകളിൽ അതിൻ്റെ 3 വാതിൽമറ, മറശീല, തിരശീലകളിലെല്ലാം 4 നൂലാണുള്ളത്. ഒന്ന് നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, പിരിച്ച പഞ്ഞിനൂൽ. അതിൽ നീലനൂല് ദൈവത്വത്തെ കാണിക്കുന്നതാണ്. അത് യോഹന്നാൻ്റെ സുവിശേഷത്തെ പ്രതിനിധീകരിക്കുന്നു. അപ്പോൾ ഈ നീലനൂൽ ആകാശത്തിൻ്റെ കളറാണ്, നീല ദൈവത്വത്തെ കാണിക്കുന്നു. നിങ്ങൾക്കൊരു കാര്യം അറിയാം, ഇസ്രയേലിൻ്റെ ഫ്ലാഗ് ഉണ്ടല്ലോ, ആ ഫ്ലാഗിൽ ഒരു നക്ഷത്രമാണ് ചിഹ്നമുള്ളത്. ആ നക്ഷത്ര ചിഹ്നത്തിൻ്റെ കളർ ബ്ലൂവാണ്. വെള്ളയിൽ അവർ ബ്ലൂ കൊടുത്തിരിക്കുക. എന്താ വെള്ളയിൽ ബ്ലൂ കൊടുക്കാൻ കാര്യം? വെള്ള പിരിച്ച പഞ്ഞിനൂലിനെ കാണിക്കുന്നു, അത് പരിശുദ്ധിയെ കാണിക്കുന്നു, താഴ്മയെ കാണിക്കുന്നു, വിനയത്തെ കാണിക്കുന്നു. അതേസമയം നീല എന്തിനെ കാണിക്കുന്നു? ഉയരത്തിലുള്ള ഞങ്ങളുടെ ഏലോഹിയും ദൈവത്തെ അവർ കാണിക്കുന്നു, ആ കളർ കാണിക്കുന്നു. ഇവിടെ നീലച്ചരി വസ്ത്രത്തിൻ്റെ കോണിൽ കെട്ടണം. ഇസ്രായേൽ മക്കൾക്കുള്ള ഒരു കൽപ്പനയായത് മോശയോട് സംഖ്യാപുസ്തകത്തിൽ കൂടെ ദൈവം കൊടുക്കുകയാണ്. അതുകൂടാതെ ആവർത്തന പുസ്തകത്തിലും നമുക്ക് ആ വാക്യം കാണാം. ആവർത്തനം 22:12 പുതയ്ക്കുന്ന മേലഴയുടെ 4 കോണിലും പൊടിപ്പുണ്ടാക്കണം. നിങ്ങളുടെ വസ്ത്രത്തിലെല്ലാം ഉണ്ടാക്കണം. നമ്മുടെ കേരളീയ സ്റ്റൈലിൽ പറഞ്ഞാൽ ബ്ലൗസിൻ്റെ അറ്റത്തും കൈയുടെ അറ്റത്തും ഉണ്ടാക്കണം, താഴെ ഉണ്ടാക്കണം. സാരിയുടെ കോണുകളിലെല്ലാം ഈ പൊടിപ്പ്, നീലച്ചരടിൻ്റെ പൊടിപ്പ് വേണം. അതുകൂടാതെ ഞാൻ എൻ്റെ പിക്ചറുകൾ ഇട്ട് തരാം. അതുകൂടാതെ ഈ ഇസ്രയേലി വസ്ത്രമാണെങ്കിൽ അല്ലെങ്കിൽ അറബ്സ് വസ്ത്രമാണെങ്കിൽ അവരുടെ കുപ്പായത്തിൻ്റെ മേളിൽ, സൽവാർ കമീസിൻ്റെ മേളിലോ ഏത് വസ്ത്രമാണെങ്കിലും അതിൻ്റെ കൈയുടെ അറ്റത്ത്, അതിൻ്റെ താഴെ
താഴത്തെ അറ്റത്ത് എല്ലാ ഭാഗത്തും റേന്ത പോലെ ഈ നീലച്ചരട് കൊണ്ട് ഒരു പൊടിപ്പുണ്ടാക്കണം, ഒരു തൊങ്ങലുണ്ടാക്കണം. ആ തൊങ്ങൽ എന്താ അതിൻ്റെ അർത്ഥം? ആ തൊങ്ങലിൻ്റെ അർത്ഥമാണ് 39-ാം വാക്യം, സംഖ്യാപുസ്തകം 15-39 വാക്യം. നിങ്ങൾ യഹോവയുടെ സകല കൽപ്പനകളും ഓർത്തനുസരിക്കേണ്ടതിനും നിങ്ങളുടെ സ്വന്തം ഹൃദയത്തിനും സ്വന്തം കണ്ണിനും തോന്നിയ വണ്ണം പരസംഗമായി നടക്കാതിരിക്കേണ്ടതിനും ആ പൊടിപ്പ് ജ്ഞാപകമായിരിക്കണം. ഈ പരസംഗമായി നടക്കുക എന്ന് പറഞ്ഞാൽ ഹോശേയുടെ പുസ്തകം 2-ാം അധ്യായത്തിലൊക്കെ ഉണ്ട്. ഇസ്രായേലേ, നീ എൻ്റെ ഭാര്യയായിരുന്നു, എന്നാൽ നീ അനേക ജാരന്മാരെ തേടിപ്പോയി പരസംഗം ചെയ്തു. അവിടെ അത് അനേക വാക്യങ്ങളുണ്ട്. ഞാനിവിടെ എൻ്റെ ഒരു ക്ലാസ് എടുത്തിരുന്ന യഹോവയുടെ ഭാര്യയായിരുന്നു ഇസ്രായേൽ എന്ന് പറഞ്ഞുള്ളൊരു സബ്ജക്റ്റ് എടുത്തതാണ്. അപ്പോൾ അതിനകത്ത് ആ വാക്യത്തിൽ പറയുന്നത്, നീ പരസംഗം ചെയ്തു. ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു ജാതിയാണ്, രാജ്യമാണ്. ആ രാജ്യം അല്ലെങ്കിൽ ആ ജാതി ജാരന്മാരെ തേടി പറഞ്ഞ എന്താ അർത്ഥം? അത് വിഗ്രഹാരാധനയാണ് ഈ ജാരന്മാരെ തേടിപ്പോയി എന്ന് പറയുന്നത്. ഭർത്താക്കന്മാരെന്നൊക്കെ പറഞ്ഞ ആ വിഗ്രഹത്തെയാണ് പറയുന്നത്. ശമരിയ സ്ത്രീയോട് പറഞ്ഞ എനിക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, അത് ശമരിയിൽ പ്രതിഷ്ഠിച്ച 5 ദേവന്മാരായിരുന്നു എന്ന് പറഞ്ഞാൽ ബാബിലോണിയ രാജാവ് അവിടെ കൊണ്ട് താമസിപ്പിച്ച ജാതികൾ കൊണ്ടുവന്ന് വെച്ച അവരുടെ ദേവന്മാരായിരുന്നു. അതുപോലെ ഇവിടെ ഇവർ പരസംഗം ചെയ്യാൻ പോയി. അങ്ങനെ സ്വന്തം കണ്ണിനും സ്വന്തം ഇഷ്ടത്തിനും പോലെ നീ നടക്കരുത്. അതിനെന്ത് വേണം? നിന്റെ വസ്ത്രത്തിൽ ഈ പൊടിപ്പ് വേണം, തൊങ്ങൽ വേണം. അത് നിനക്ക് ജ്ഞാപകമായിരിക്കണം. നമ്മൾ ഈ കുരിശും തൊട്ടിയൊക്കെ വെച്ചിട്ടില്ലേ? നമ്മൾ ബസ്സിലൊക്കെ പോകുമ്പോൾ കാണാമല്ലോ, കുരിശിനകത്തൊക്കെ മറിയത്തിൻ്റെയും യോസേപ്പിൻ്റെയും ഒക്കെ യേശുവിൻ്റെയും ഒക്കെ ഫോട്ടോ ഇരിക്കുമ്പോൾ ബസ്സുകാർ തന്നെ അവിടെ നിർത്തി 2 10 പൈസ തൊട്ടിട്ട് എറിഞ്ഞിട്ട് പോകും. അല്ലെങ്കിൽ ബസ്സിൽ ഇരിക്കുന്നവരൊക്കെ ഇങ്ങനെ വലിച്ചൊരു 10 അല്ലെങ്കിൽ 50 പൈസ 1 രൂപ എറിയും, അതിനകത്തോട്ട് എറിയുന്നേ കാണാം. എന്ന് പറഞ്ഞാൽ അവിടെ വരുമ്പോൾ ഈ കുരിശും തൊട്ടി കാണുമ്പോൾ ഇവർക്ക് ഓർമ്മ വരും ദൈവത്തെക്കുറിച്ച്. അതിനാണ് ഇതൊക്കെ വഴിനീളെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. എന്നാൽ അങ്ങനല്ല ദൈവമക്കൾ വേണ്ടിയത്. ഇസ്രായേൽ മക്കൾക്ക് അങ്ങനല്ല. നിങ്ങൾ വസ്ത്രം കഴുകാൻ പോകുമ്പോഴും വെള്ളം കോരാൻ പോകുമ്പോഴും കൃഷിസ്ഥലത്ത് പോകുമ്പോഴും എല്ലാം നിങ്ങൾ മറ്റുള്ളവരുടെ വസ്ത്രത്തിൽ ഇത് കാണുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഞാൻ യഹോവയുടെ കൽപ്പനകളെല്ലാം ഓർത്തനുസരിക്കുന്നുണ്ടോ? ഇന്ന് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? അങ്ങനെ ഉണ്ടെങ്കിൽ അന്ന് തന്നെ അതിന് പരിഹാരം വരുത്തണം. ഇസ്രായേലിൻ്റെ പ്രമാണപ്രകാരം ഒരു പരിഹാരം വരുത്തണം. അതിന് ജ്ഞാപകമായിരിക്കണം. ഇത് നിങ്ങൾക്കിപ്പോൾ അർത്ഥം മനസ്സിലാവും. ഇത് ജ്ഞാപകമായിരിക്കണം. ഇനി അതുകൊണ്ടും ദൈവം നിർത്തിയില്ല. മിഡിൽ ഈസ്റ്റിലെ നിങ്ങൾക്കറിയാം, യെരുശലേം ഭാഗത്തൊക്കെ നല്ല തണുപ്പുള്ളതാണ്. പ്രത്യേകിച്ച് ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ഒക്കെ നല്ല തണുപ്പ് കാലമാണ്. അപ്പോൾ ഈ വസ്ത്രത്തിലെ ഈ നീലച്ചരടും തൊങ്ങലും പുറത്ത് കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഇവരൊരു കമ്പിളി വസ്ത്രം പുതച്ചുകൊണ്ടായിരിക്കും നടക്കുന്നത്. അന്നേരം ആ കമ്പിളി വസ്ത്രത്തിനും എന്ത് വേണം? അതിൻ്റെ വിളിമ്പിലെല്ലാം ഈ തൊങ്ങലുണ്ടാക്കണം. അപ്പോൾ എത്ര മർമ്മവും എത്ര അത്യാവശ്യവുമാണ് ഈ കാര്യമെന്ന് ഓർക്കണം. ഈ രോഗിണിയായ സ്ത്രീയും അവള് 12 വർഷമായിട്ട് മുഴുവൻ നശിച്ചു. ഡോക്ടർമാരും ആശുപത്രിക്കാരും മുഴുവൻ കൊണ്ടുപോയി, ഒരു രക്ഷയുമില്ല, ഇനി ഒന്നുമില്ല അവിടെയിൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൾ യേശുവിൻ്റെ വാർത്ത കേൾക്കുന്നത്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്നെ സമൂഹം കൊന്നാലും തിന്നാലും വേണ്ടില്ല, എന്നെ എന്തെല്ലാം അവിഖ്യാതി പറഞ്ഞാലും വേണ്ടില്ല, എനിക്ക് സൗഖ്യം കിട്ടിയേ പറ്റത്തുള്ളൂ. അങ്ങനെ അവൾ യേശുവിൻ്റെ അരിക്കലേക്ക് പോവുകയാണ്. യേശുവിൻ്റെ അരിക്കൽ ചെല്ലുമ്പോഴാണ് അവൾ ദൂരെ നിന്നൊരു കാര്യം കണ്ടു. ആ വിടവിനിടയിൽ കൂടെ, ആൾക്കാരുടെ വിടവിനിടയിൽ കൂടെ അവളൊരു കാര്യം കണ്ടു. യേശുവിൻ്റെ വസ്ത്രത്തിലെല്ലാം ഈ തൊങ്ങലുണ്ടായിരുന്നു. ഇവള് പുറകിൽ കൂടെ അപ്പോഴവളൊരു കാര്യം ഓർത്ത്, ഈ തൊങ്ങലിൻ്റെ അർത്ഥം എന്താണെന്ന്. ഇവള് വചനം കുറച്ച് ഗ്രഹിച്ച പെണ്ണായിരുന്നു. അപ്പോൾ അവൾക്ക് മനസ്സിലായി യഹോവയുടെ സകല കൽപ്പനകളും ഓർത്തനുസരിച്ചോളാം എന്നുള്ളതിൻ്റെ ഒരു ജ്ഞാപകമാണല്ലിത്. പക്ഷെ ഞാൻ എത്രയോ പാപം ചെയ്ത് തെറ്റിച്ചായി കൽപ്പനകളൊക്കെ നടന്നത്. അവൾ അവിടെ ഒരു തീരുമാനമെടുക്കുകയാണ്. അവൾ പുറകിൽ കൂടെ ചെന്നിട്ട് ആ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ പിടിച്ചിട്ട് അവൾ ഒരു ഉടമ്പടി എടുക്കുന്ന. എൻ്റെ ഉടമ്പടി ചെയ്തോന്ന് ചോദിച്ചാൽ അവിടെ എഴുതിയിട്ടില്ല. എന്നാൽ ഇവിടാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഞാൻ യഹോവയുടെ സകല കൽപ്പനകളും ഓർത്തനുസരിച്ചോളാം, പക്ഷേ ഞാൻ ചിലതൊക്കെ തെറ്റിപ്പോയി. അവൾ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ആ തൊങ്ങലിൽ പിടിച്ച് വീണ്ടും ഉടമ്പടി പുതുക്കുകയാണ്. ദൈവമേ എലോഹീം, ഞാൻ പാപം ചെയ്തിട്ടുണ്ട്, കൽപ്പനകൾ പലതും ലംഘിച്ചിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണമേ, ഞാൻ ഇനി ഓർത്തനുസരിച്ചോളാം. അങ്ങനെ ഒരു ഉടമ്പടി അവൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അത് ജ്ഞാപകമായിട്ട് അവൾക്ക് ഓർമ്മ വന്നവളത് പ്രഖ്യാപിക്കുമ്പോൾ, മനസ്സിൽ പറയുമ്പോൾ, ഓൺ ദി സ്പോട്ടിൽ അവൾക്ക് സൗഖ്യം വരികയാണ്. യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ട് സൗഖ്യം വരികയാണ്. അപ്പോൾ ഈ തൊങ്ങലിൻ്റെ അർത്ഥം എന്താണ്? നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കുമെന്ന് പറയുന്ന ഏതെങ്കിലും വിശ്വാസമല്ല.
ദൈവത്തിന് സൗഖ്യമാക്കാൻ കഴിയുമെന്നും ദൈവ പ്രമാണങ്ങളെ അനുസരിച്ച് ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണെന്നും അങ്ങനെ ജീവിക്കുന്ന ഒരാൾക്ക് ദൈവം സൗഖ്യം കൊടുക്കും, വിടുതൽ കൊടുക്കും, സമാധാനം കൊടുക്കും എന്നാണ് ഇവിടെ പറയുന്നതെന്ന് അവൾക്ക് ഗ്രഹിക്കാനിടയായി. അങ്ങനെയാണ് അവളെ വസ്ത്രത്തിൽ പിടിക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, വെറോണിക്ക യേശുവിൻ്റെ മുഖം തുടച്ച ഒരു വസ്ത്രമെന്നും പറഞ്ഞ് ഒരു വസ്ത്രം ഇവർ സൂക്ഷിക്കുന്നുണ്ട് സമുദായത്തിൽപ്പെട്ടവരൊക്കെ. തിരുവസ്ത്രമെന്നൊക്കെ അതിന് പറയുന്നത്. അതിൻ്റെ പരിശോധനയൊക്കെ നടത്തി അത് വ്യാജ വസ്ത്രമാണെന്നൊക്കെ പിന്നെ തെളിഞ്ഞതാണ്. അതിൻ്റെ ഫോട്ടോയും എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ വാർത്തകളും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ആ വാർത്തകളും ഇട്ടുതരാം നിങ്ങൾക്ക്. അപ്പോൾ യേശുവിൻ്റെ വസ്ത്രത്തിലല്ല ശക്തി ഇരുന്നത്, യേശുവിൽ ശക്തി പുറപ്പെട്ടു എന്നുള്ള സത്യമാണ്. ആ ശക്തി നമ്മളിലും ദൈവദാസന്മാരിലും ദൈവമക്കളിൽ ഇപ്പോഴും വ്യാപരിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം, യഹോവയുടെ കൽപ്പനകൾ മുഴുവൻ ഓർത്തനുസരിച്ചോളാമെന്നുള്ളത് ഒരു ജ്ഞാപകമായിട്ടുള്ള തൊങ്ങൽ നിങ്ങൾ കാണണം. ആ പുതിയ നിയമത്തിൽ വരുമ്പോൾ ആ തൊങ്ങൽ ഇപ്പോൾ ഇല്ല. യേശുക്രിസ്തു മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ പറഞ്ഞുകൊണ്ട്, നിങ്ങൾ യഹൂദന്മാർക്കൊരു സംശയമായിരുന്നു, യേശുവെ നീ എന്തിനാ വന്നേ? ഞങ്ങളുടെ കൽപ്പനകൾ നീക്കുവാനാണോ, നിവർത്തിപ്പാനോ എന്തിനാ വന്നത്? അപ്പോൾ യേശു അവരോട് പറയുന്നുണ്ട്, ഞാൻ നീക്കുവാനല്ല നിവർത്തിപ്പാനാ വന്നത്. എന്നിട്ട് യേശു ചില കൽപ്പനകൾ, മോശ കൊടുത്ത പഴയ നിയമത്തിലെ 4-5 കൽപ്പനകൾ എടുത്ത് പറയുന്നുണ്ട്. നിങ്ങൾ കണ്ട പോലെ നിങ്ങൾ ആചരിച്ച പോലെയുമല്ല ഈ കൽപ്പനകളെ ഞാൻ തന്നത്, അതിൻ്റെ അർത്ഥം നിങ്ങൾ ഗ്രഹിക്കുന്നില്ല. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, അതിൻ്റെ 17-ാം വാക്യത്തിൽ, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെ നീക്കേണ്ടതിന് വന്നു എന്ന് നിങ്ങൾ നിരൂപിക്കരുത്. ഇവരങ്ങനെ നിരൂപിച്ചു. നീക്കുവാനല്ല നിവർത്തിപ്പാനത്രേ വന്നത്. അത് വലിയൊരു സബ്ജക്റ്റാണ്. അത് നമുക്ക് അടുത്ത ഭാഗത്ത് എപ്പോഴെങ്കിലും ചിന്തിക്കാം. ഞാനിങ്ങനെ പലരോടും ചോദിക്കും, കൽപ്പനകൾ എവിടുന്ന, ഉപദേശം എവിടുന്ന് എടുക്കണം? പുതിയ നിയമത്തിൽ നിന്ന് എടുക്കണോ, പഴയ നിയമത്തിൽ നിന്ന് എടുക്കണോ? അപ്പോൾ ചിലർ എന്നോട് പറയും പുതിയ നിയമത്തിൽ നിന്ന് എടുക്കണം, ചിലർ പറയും പഴയ നിയമത്തിൽ നിന്ന് എടുക്കണം, ചിലർ പറയും രണ്ടും എടുക്കണം. ഞാനൊരു കാര്യം പറയാം, ഈ പറയുന്നവർക്കൊന്നും എവിടെ നിന്ന് എടുക്കണമെന്ന് അറിയത്തില്ല. അപ്പം ഞാൻ പുതിയ നിയമത്തിൽ നിന്ന് എടുക്കണമെന്ന് വിശ്വസിച്ചിരിക്കുന്ന ചിലരുണ്ടല്ലോ, അവരോട് ഞാനും ചോദിക്കട്ടെ, വിവാഹത്തിൻ്റെ കൽപ്പന നിങ്ങൾ എവിടെ നിന്നാണ് എടുക്കുന്നത്? വിവാഹത്തിൻ്റെ കൽപ്പന എടുക്കുന്ന മാലാഖി പ്രവചനത്തിൽ നിന്നാണ്. പുതിയ നിയമത്തിൽ ഒരിടത്തും വിവാഹം എങ്ങനെ നടത്തണമെന്നില്ല. നീ നിന്റെ യൗവനത്തിലെ ഭാര്യയുമായി ഉടമ്പടി ചെയ്തപ്പോൾ ഞാനായിരുന്നു അതിൻ്റെ മധ്യത്തിൽ നിന്നതെന്ന് മാലാഖി പ്രവചനത്തിൽ പറയുന്ന 2-ാം അധ്യായത്തിൽ പറയുന്ന ആ വാക്യമാണ് നമ്മൾ വിവാഹത്തിന് ഉപദേശമായി. അതേ ഉള്ളൂ നമുക്ക് ഉപദേശം, വേറെ എങ്ങും ഉപദേശമില്ല. ആദം ഹവ്വയുടെ വിവാഹത്തെക്കുറിച്ചൊക്കെ പറയുമെങ്കിലും അവിടെ ഉപദേശം എങ്ങനെ വേണമെന്നില്ല. ഇവിടെയാണ് ഉടമ്പടി എന്നുള്ളൊരു പദം പറയുന്നത്, 2:14. എന്നാൽ നിങ്ങൾ അത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നു. യഹോവ നിനക്കും നീ അവിശ്വസ്തത കാണിച്ചിരിക്കുന്ന നിന്റെ യൗവനത്തിലെ ഭാര്യയ്ക്കും മധ്യേ സാക്ഷിയായിരുന്നത് കൊണ്ട് തന്നെ അവൾ നിന്റെ കൂട്ടാളിയും നിന്റെ ധർമ്മപത്നിയുമല്ലോ. എന്നാൽ ഇംഗ്ലീഷിൽ പറയുന്നത്, ലോർഡ് ഹാസ് ബീൻ വിറ്റ്നസ് ബിറ്റ്വീൻ യു ആൻഡ് ദി വൈഫ്, ഷീ ഈസ് യുവർ കമ്പാനിയൻ ആൻഡ് യുവർ വൈഫ് ബൈ ദി കവനന്റ്. അപ്പോൾ ഉടമ്പടിയാൽ, കവനന്റിനാൽ അല്ലെ ഉടമ്പടിയാൽ നിന്റെ ഭാര്യയായിരിക്കുന്നത്, അവിടെ മാത്രമാണ് ഈ ഉടമ്പടി ഉള്ളതും കയ്യെ പിടിക്കുന്നതും. അതിൻ്റെ മധ്യത്തിൽ യഹോവയാണ് നിന്നത്. ഇതാണ് നമ്മുടെ വിവാഹത്തിൻ്റെ ഉപദേശം, അല്ലെങ്കിൽ നമുക്ക് ഉപദേശം കിട്ടുന്നത്. അത് പഴയ നിയമത്തിൽ നിന്നല്ലേ എടുക്കുന്നത്. അപ്പോൾ ഒരു സംശയം, അങ്ങനെ ഉണ്ടെങ്കിൽ പഴയ നിയമത്തിൽ എന്തൊക്കെ എടുക്കണം? യാഗങ്ങൾ എടുക്കണോ? പെരുന്നാളുകൾ എടുക്കണോ? എന്തൊക്കെ എടുക്കണം? അവിടാണിപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇപ്പോൾ ആരും പഠിപ്പിക്കുന്നില്ല, സഭകളിലൊന്നും പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് പുതിയ പാസ്റ്റർമാർക്ക് പോലും അറിയത്തില്ല ഏതാ ഉപദേശം, ഏതെടുക്കണം ഏതെടുക്കണ്ടെന്ന്. അത് എൻ്റെ സമാഗമന കൂടാരത്തെന്ന ക്ലാസ്സുകളിൽ ആ സബ്ജക്റ്റ് ഞാൻ വിശദമായിട്ട് വിവരിച്ചിട്ടുണ്ട്. ആ എപ്പിസോഡിൽ കാണുന്നവർക്ക് നിങ്ങൾക്കത് മനസ്സിലാകും. ഈ തൊങ്ങൽ എല്ലാ ഇസ്രായേലിൻ്റെ ശരീരത്തിൽ വേണം, അത് യേശുവിൻ്റെ ശരീരത്തിലും ഉണ്ടായിരുന്നു. യേശു എന്തിനായി ധരിച്ചത്? യേശു ന്യായപ്രമാണം പൂർണ്ണമായിട്ടും ആചരിച്ചാണ് ഈ പുതിയ നിയമകാലത്ത് നിൽക്കുന്നത്. യേശു 10 കുഷ്ഠരോഗികളെ സൗഖ്യമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ സൗഖ്യമായെങ്കിൽ നിങ്ങൾ പോയി പുരോഹിതനോട് സർട്ടിഫിക്കറ്റ് മേടിയില്ലേ, ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. അതിനർത്ഥം യേശു മുഴുവൻ ന്യായപ്രമാണം അനുസരിച്ചു. പക്ഷെ ഇവർ ചെയ്ത അനീതിയും അക്രമങ്ങൾക്കെതിരായിട്ടാണ് ചാട്ടവാറെടുക്കുന്നത്. യേശുവിന് ഒറ്റ അധികാരമേ സ്വർഗം കൊടുത്തു വിട്ടുള്ളൂ. മനുഷ്യപുത്രനും ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാനുള്ള അധികാരം മാത്രമാണ് എക്സ്ട്രാ കൊടുത്തു വിട്ടൊരു ഓർഡിനൻസ് എന്ന് പറയാനുള്ളത്.
ബാക്കിയെല്ലാം യേശു ന്യായപ്രമാണം ആചരിച്ചാണ് തൻ്റെ മരണം വരെ നിന്നത്. പക്ഷേ മരണത്തോടുകൂടി യെരുശലേം ദേവാലയത്തിൻ്റെ തിരശ്ശീല കീറിക്കളഞ്ഞു. ആ പഴയ നിയമത്തിൻ്റെ ആരാധന മാറ്റി അഞ്ചാമത്തെ ദേവാലയമാകുന്ന മനുഷ്യഹൃദയങ്ങളിലേക്ക് ദൈവം മാറുകയാണ്. അതാണ് അഞ്ചാമത്തെ ദേവാലയം. ഞാനിവിടെ ഈ സബ്ജക്റ്റ് ചുരുക്കട്ടെ. എന്താണ് രോഗിണിയായ സ്ത്രീ ആ തൊങ്ങലിൽ പിടിക്കാനുള്ള അർത്ഥം? നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. അവക്കവിടെ വിശ്വാസം എന്തായിരുന്നു? ഈ തൊങ്ങൽ ഞങ്ങളുടെ യഹോവയാം ദൈവം, യാഹാം ദൈവം, എലോഹീമാകുന്ന ദൈവം ഞങ്ങളുടെ പിതാക്കന്മാർ അല്ലെങ്കിൽ മോശയിൽ കൂടി കൊടുത്തൊരു കൽപ്പനയാണ്. അത് ഞങ്ങളുടെ വസ്ത്രത്തിൽ ഉണ്ടായിരിക്കണം. പക്ഷേങ്കിൽ ഞങ്ങളെല്ലാം അത് തെറ്റിച്ച് ആഡംബര ജീവിതത്തിലേക്ക് മാറി. എന്നാൽ ഇതാ ദൈവത്തിൻ്റെ പ്രവാചകനോ അല്ലെങ്കിൽ പുത്രനോ ആയി വന്നിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൽ അവൻ അത് ഫോളോ ചെയ്യുന്നു. യേശു അത് ഫോളോ ചെയ്യുന്നു. അയ്യോ, ഞാൻ തെറ്റിപ്പോയല്ലോ, ഞാനും അതൊക്കെ ധരിക്കേണ്ടതായിരുന്നല്ലോ, എൻ്റെ വസ്ത്രത്തിലും വേണമായിരുന്നല്ലോ. അതുമാത്രമല്ല, അനേക യഹൂദന്മാരിൽ ഞാൻ കണ്ടപ്പോൾ ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഈ ഭാഗം. ഇപ്പോൾ രോഗത്തിൽ വന്ന് കഷ്ടങ്ങളായപ്പോൾ അവൾക്ക് മനസ്സിലായി. അവൾ ആ നീലച്ചരടും ആ തൊങ്ങലും കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി, ഞാൻ ഇത് ജ്ഞാപകമായിട്ട് കണ്ടില്ല. അങ്ങനെ അവൾ അത് പിടിച്ചിട്ട് ഉടമ്പടി ചെയ്യുകയാണ്. എലോഹീം ദൈവമേ, യാഹാം ദൈവമേ, എന്നോട് ക്ഷമിക്കണമേ. ഞാൻ അങ്ങയുടെ കൽപ്പനകൾ ഓർത്ത് ആചരിച്ചനുസരിക്കേണ്ടതായിരുന്നു, എന്നാൽ ഞാൻ ചെയ്തില്ല, ക്ഷമിക്കണമേ. ഇന്നു മുതൽ ഞാൻ അങ്ങയുടെ മകളായിട്ട് ജീവിക്കാം. അങ്ങനെ അവൾ തീരുമാനമെടുക്കുമ്പോൾ അവൾക്ക് സൗഖ്യം കിട്ടുന്നു. ഇതാണ് തൊങ്ങലിൻ്റെ അർത്ഥം. ആ തൊങ്ങൽ ഇന്നുണ്ടോ? ഇല്ല. എന്നാൽ ഇന്ന് എല്ലാവർക്കും മോസ്റ്റ്ലി എല്ലാവർക്കും തൊങ്ങലുണ്ട്, പ്രത്യേകിച്ച് ദൈവദാസന്മാർക്ക്. അതുകൊണ്ടാണ് റവറൻറ്റ് വേണ്ടി വരുന്നത്, അതുകൊണ്ടാണ് ഡോക്ടറേറ്റ് വേണ്ടി വരുന്നത്, അതുകൊണ്ടാണ് വലിയ പാസ്റ്റർ എന്നുള്ള പേര് വരേണ്ടത്, അതുകൊണ്ടാണ് എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ഒരു സ്റ്റേജിൽ കസേര കിട്ടിയില്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് കമ്മിറ്റികളിലൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നതാണ്, അതുകൊണ്ടാണ് സഭയിലൊക്കെ CCTV വെച്ച് ആരാധിക്കേണ്ടി വരുന്നത്. ഇതെല്ലാം നാം താഴ്മയോടെ, ഇസ്രയേലിൻ്റെ കൊടിയിലെ ആ വെള്ള പോലെ താഴ്മയോടെ പിരിച്ച്, നീലനൂൽ, ധൂമ്രനൂൽ, ചുമപ്പുനൂൽ, പിരിച്ച പഞ്ഞിനൂൽ പോലെ ക്രിസ്തുവിനോട് പിരിഞ്ഞു ചേർന്ന് താഴ്മയോടെ വിനയത്തോടെ ദൈവത്തിൻ്റെ കൽപ്പനകളെ എപ്പോഴും ഓർത്തനുസരിച്ചോളാം എന്നുള്ള തീരുമാനത്തോടുകൂടി മുൻപോട്ട് പോകുവാൻ ദൈവം ഈ മെസ്സേജ് മൂലം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇടയാക്കട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും ബലപ്പെടുത്തുമാറാകട്ടെ. ആമേൻ.